ജനകീയ ആസൂത്രണ പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിന്മേൽ കൃഷി വകുപ്പ് മന്ത്രി കെ.പി. മോഹനന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പ്രേംജയനെതിരെ പ്രാഥമിക അന്വേഷണം നടത്താൻ ലോകായുക്ത ഉത്തരവ്. 2008 മുതൽ 2013 വരെ തിരുവല്ലം വെറ്റിനറി ഹോസ്പിറ്റൽ ഡോക്ടറായിരിക്കെ 8 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിന്മേലാണ് അന്വേഷണം. മാർച്ച് 4-നുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ് ലോകായുക്തയുടെ നിർദ്ദേശം. ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രി കെ.പി. മോഹന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പ്രേം ജയിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് ലോകായുക്ത ഉത്തരവിട്ടിരിക്കുന്നത്. 2008 മുതൽ 2013 വരെ തിരുവല്ലം വെറ്റിനറി ആശുപത്രി ഡോക്ടറായിരിക്കെ ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസ്, ഉപലോകായുക്ത ജസ്റ്റിസ് കെ.പി. ബാലചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ലോകായുക്ത എസ്.പി. കെ.ബി. രവിക്കാണ് അന്വേഷണ ചുമതല. മാർച്ച് 4-ന് മുമ്പ് റിപ്പോർട്ട് ഹാജരാക്കാനാണ് ഉത്തരവ്. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകേണ്ട ഗുണഭോക്തൃ വിഹിതം അടയ്ക്കുന്നതിലും വെറ്റിനറി സെന്ററുകൾക്ക് ലഭിച്ച മരുന്നുകൾ യഥാസമയം വിതരണം ചെയ്യുന്നതിലും വീഴ്ച വരുത്തിയെന്ന് ലോകായുക്തക്ക് നൽകിയ പരാതിയിൽ ഹർജിക്കാരനായ ഡോക്ടർ എ.പി. സോമശേഖരൻ നായർ ആരോപിച്ചു. ഗുണഭോക്താക്കൾക്ക് 8 കോടിയോളം രൂപ നൽകിയതിന് രേഖയുണ്ടെങ്കിലും ഗുണഭോക്തൃ ലിസ്റ്റ് ഹാജരാക്കിയില്ലെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഇതടക്കം നിരവധി ആരോപണങ്ങളാണ് ഹർജിയിലുള്ളത്. ഇക്കാര്യം പരിശോധിച്ച ലോകായുക്ത പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. മാർച്ച് 4-നുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ലോകായുക്തയുടെ നിർദ്ദേശം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.